ഹായ് ഗായ്സ്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കേട്ടോ. ഇന്ന് എൻ്റെ സദ്യക്കൂട്ടിൽ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാമേ. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ആഘോഷിക്കുകയാണോ, അടിച്ചു പൊളിക്കുകയാണോ? നമ്മൾ വീട്ടിൽ തന്നെയാണ്. എൻ്റെ അമ്മയും ബ്രദറും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ചെറിയ കുട്ടി ആഘോഷം. ഓക്കെ, കാണിച്ചു തരാമേ. ഞാൻ സാരി എടുത്തിരിക്കുന്നത് കൊള്ളാമോ? ഫുൾ സൈസ് കാണിച്ചു തരാമേ. ഇതിപ്പം ഞാൻ കുറച്ച് സാരി ഷോ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് പറയാനാണ്, എനിക്ക് കറിയും കൂട്ടാനും ഒക്കെ വിളമ്പി വെച്ചിട്ട് കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. കുറച്ച് ഷോർട്ട് വീഡിയോസ് എടുക്കണമെന്ന് വിചാരിച്ചതാ. പോട്ടെ, സാരമില്ല, നമുക്ക് അടുത്ത ഓണത്തിന് പിടിക്കാം. സോ ഗായ്സ്, ഇതാണ് എൻ്റെ സദ്യക്കൂട്ട്. എല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം നന്നായി എന്നറിയില്ല. എല്ലാവരും നല്ലതെന്ന് പറഞ്ഞു കേട്ടോ. ഇതാണ് ഞാൻ അവിടുത്തെ സാരി. ഇത് ആക്ച്വലി എൻ്റെ അമ്മയുടെ സാരിയാണ്. കുറേ നാളായിട്ട് ഉടുക്കാതെ വെച്ചിരുന്നുകൊണ്ട് ഇന്നെടുത്തെടുത്തു. പിന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു, ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ കൂടെ കുറച്ച് ഫോട്ടോ സെഷൻസ് ഒക്കെ എടുത്തു. വീഡിയോസ് ഒന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ താഴെ പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു. ഒരു ഷോട്ടിനുള്ള വീഡിയോ എടുത്തു. അത്രയൊക്കെ ഉള്ളൂ. കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. സാരമില്ല, നെക്സ്റ്റ് വ്ളോഗിലാക്കാം നമുക്ക്. അപ്പോൾ എല്ലാവരും ഓണം അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വ്ളോഗിൽ കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ. സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, ബൈ ബൈ, സീ യു. ഹായ് ഗായ്സ്, എല്ലാവരും ഓണമൊക്കെ എങ്ങനെ പോകുന്നു? ഇന്ന് 3 ഓണം അവിട്ടം. അപ്പം ഇന്ന് നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ കൂട്ടാനും കറികളും എല്ലാം ഉണ്ട്. കുറച്ച് ചോറ് ബാക്കിയുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് പഴങ്കഞ്ഞി. അതെ, അപ്പോൾ അതാണ് ഇന്ന് കാണിച്ചു തരുന്നത്. എല്ലാ കൂട്ടാനും പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതെല്ലാം വെച്ചിട്ട് ഇന്നൊരു നല്ല സൂപ്പർ പഴങ്കഞ്ഞി അടിച്ചു. അതും 10:30 ആയപ്പോഴാണ് നമ്മൾ കഴിച്ചത്. അതുകൊണ്ട് ഇന്ന് വിശപ്പൊന്നുമില്ല. പായസം ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഇന്ന് പായസം കുടിക്കും. വൈകിട്ട് ഇച്ചിരി ചോറ് വെച്ചിട്ട് ഉള്ള കൂട്ടാൻ വെച്ചിട്ട് പിന്നെ അത് തന്നെ റിപ്പീറ്റ്. അപ്പം ഓണം അങ്ങനെ ആണല്ലോ. അത് കാണിച്ചു തരാമേ. ആക്ച്വലി ഇന്നലെ ഓണത്തിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് കാര്യമായിട്ട് വിചാരിച്ചാൽ ഒന്നും നടന്നില്ല. അപ്പം രണ്ടും കൂടെ ഞാൻ ക്ലബ് ചെയ്തിടുന്നുണ്ട്, ഇന്നലത്തെയും കൂടെ. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതാ ചോറിന് മണ്ടയ്ക്ക് സാമ്പാറും പരിപ്പും മോരുകറിയും ഉള്ളി ചതച്ചതും മുളകും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കൂട്ടാൻ പച്ചടി, അവിയലും കൂട്ടുകറിയും എല്ലാം, തോരനും എല്ലാം ഇതിനകത്ത് വേറെ സെപ്പറേറ്റ് പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, പിന്നെ നമ്മുടെ അച്ചാറുകൾ 2, മെഴുക്കുവരട്ടിയും കൊണ്ടാട്ടമുളകും ഉപ്പും. സോ ഗൈസ്, ഇന്നലെ തിരുവോണമായിരുന്നു. ഓണം കഴിഞ്ഞിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള ദിവസം എൻ്റെ പിറ്റേന്നാണ്. ആ വിഭവസമൃദ്ധമായ ആഹാരം എല്ലാം കൂടെ ഇട്ട് ഒരു പഴങ്കഞ്ഞിയടിയുണ്ട്. ഓഹോ, അടിപൊളി പഴങ്കഞ്ഞി. കാണിച്ചു കൊടുത്ത് നോക്ക് എന്തൊക്കെ ഉണ്ടാവും. ഇപ്പോൾ 2 പച്ചമുളകും അങ്ങോട്ട് അടച്ചിട്ടുണ്ട്. എൻ്റെ മോനെ, ഇരിക്കും മോനെ. അങ്ങോട്ടെല്ലാം ഇളക്കുക, അവിയലെടുക്കുക. കണക്കൊന്നുമില്ല, ക്വാണ്ടിറ്റി ഒന്നുമില്ല. അങ്ങോട്ട് എടുക്കുക, ഇടുക, അത്രയേ ഉള്ളൂ. പച്ചടി വേണ്ട, അത് കൂട്ടാം, ഇത് വേണ്ട, ഇതിടുക. തോരനിടുക, 2 തരം തോരനുണ്ട്. പിന്നെ നമ്മുടെ കൂട്ടുകറിയും അവിയലുമാണ്, സാമ്പാറും, പിന്നെ തൈരും. ഇതിൻ്റെ മെയിൻ ആശാൻ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ ഗൈസ്. വായി വെള്ളം നിൽക്കുന്നില്ല. എല്ലാവർക്കും അവിട്ടത്തിന് ആശംസകൾ. എൻ്റെ പഴങ്കഞ്ഞി ഞാൻ തുടങ്ങുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ഓണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.